നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ഇടമണ്ണിലുള്ള വനവകുപ്പ് ഭൂമിയിൽ കുടിൽകെട്ടാൻ ചെങ്ങറ സമരക്കാരുടെ ശ്രമം. സർക്കാർ നൽകിയ ഭൂമി വാസയോഗ്യമല്ലെന്ന് സമരക്കാർ. ഡിവൈഎഫ്ഐ പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചത് ഡിവൈഎഫ്ഐക്കാരെന്ന് കോൺഗ്രസ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കെ ബി ഗണേഷ് കുമാർ എംഎൽഎയുടെ രൂക്ഷ വിമർശനം. വകുപ്പ് കുത്തഴിഞ്ഞ അവസ്ഥയിലെന്നും എംഎൽഎ. സർക്കാർ നൽകിയ ഭൂമി വാസയോഗ്യമല്ലെന്ന് ആരോപിച്ച് ചെങ്ങറ സമരക്കാർ ഇടമണ്ണിലുള്ള വനംവകുപ്പിന്റെ ഭൂമിയിൽ കുടിൽകെട്ടാൻ ശ്രമം നടത്തി. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞുപോയി. ഭൂരഹിതരായ ദലിത് വിഭാഗങ്ങൾ ഇടമൺ അണ്ടൂർ പച്ചിലുള്ള വനവകുപ്പിന്റെ ഭൂമിയിൽ കുടിൽകെട്ടാൻ ശ്രമം നടത്തി. ചെങ്ങറ സമരക്കാരായ ഇവർ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയാണ് ഇടമണ്ണിൽ എത്തിയത്. ഇവർക്ക് ഇടുക്കിയിൽ സർക്കാർ നൽകിയ ഭൂമി വാസയോഗ്യമല്ലാത്തതിനാൽ മറ്റെവിടെയെങ്കിലും ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇടമണ്ണിലെ വനവകുപ്പ് ഭൂമി കയ്യേറി കുടിൽകെട്ടാൻ ശ്രമം നടത്തിയത്. കഴിഞ്ഞ 56 ദിവസങ്ങളായി പത്തനംതിട്ട കളക്ടറേറ്റിന് മുന്നിൽ ഇവർ സമരം നടത്തിവരികയായിരുന്നു. എന്നാൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരക്കാർ കിഴക്കൻ മേഖലയിൽ കുടിൽകെട്ടി സമരം ആരംഭിക്കാൻ തയ്യാറായത്. സർക്കാർ ഇടുക്കിയിൽ അനുവദിച്ച ഭൂമിയിൽ തങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ തിരിച്ചെത്തി തങ്ങളെ ചെങ്ങറയിൽ കയറ്റാൻ ലാഹ ഗോപാലൻ ഉൾപ്പെടെയുള്ളവർ അനുവദിച്ചില്ലെന്നും തങ്ങൾക്ക് മർദ്ദനമേറ്റെന്നും ഇവർ പറയുന്നു. താമസിച്ച് പൊടി കുഞ്ഞുങ്ങളും രോഗികളും വൃദ്ധരും കൊച്ചുകുട്ടികളായിട്ട് താമസിക്കുന്ന ഞങ്ങളെ പിടിച്ചറിഞ്ഞ് അതും ഒരാളിനെ അടിക്കണമെങ്കിൽ 2 കൈ പിടിച്ച് പിറകെ കെട്ടിയിട്ട് ആ വ്യക്തിയെ മരത്തിൽ ചേർത്ത് നിർത്തിയിട്ട് മറ്റൊരു വടം വെച്ച് കെട്ടിയിട്ട് 4 ചുറ്റിൽ നിന്ന് 10-75 വരെ ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് ഒരാളിനെ തല്ലി ചതയ്ക്കുന്നതാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാനോ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന എന്നെ കൂടി തല്ലി എന്റെ വീടും പൊളിച്ച് അവരും റോഡിന് പുറത്തു കൊണ്ടുതരും. സമരഭൂമി കയറാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ഗവൺമെന്റ് ബഹുമാനപ്പെട്ട സാറന്മാർ ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിനോട് ഞങ്ങളെ ഈ നിരപരാധിത്വം ഒന്ന് പറഞ്ഞ് നല്ലവരായ നാട്ടുകാർ നിങ്ങളിത് ചെവിക്കൊള്ളുക. ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെങ്കിലും ഞങ്ങൾ അവിടെ അല്ല എവിടെ വേണോ ഞങ്ങൾക്ക് വാസയോഗ്യ സ്ഥലം ഇപ്പോഴും തന്നെ ഞങ്ങൾ പോയിക്കോളാം. പക്ഷെ അത് കിട്ടുന്നിടം വരെ ഞങ്ങൾ 4 അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിൽ ഞങ്ങൾ അനുവദിക്കും. ഞങ്ങളൊന്ന് ഈ തണലത്തെങ്കിലും ഒന്ന് ഇരുന്നോട്ട് 59 ദിവസത്തെ പത്തനംതിട്ട സിവിൽ സ്റ്റേഷന്റെ പഠിക്കല് ഉടുതുണി പോലും ഇല്ലാതെ ഞങ്ങൾ. കൊല്ലം ജില്ലയിൽ തന്നെ തങ്ങൾക്ക് വാസയോഗ്യമായ ഭൂമി നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. തെമ്മല ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സ്ഥലത്തെത്തി വനഭൂമി കയ്യേറാൻ അനുവദിക്കില്ലെന്നും പിരിഞ്ഞു പോകാത്ത പക്ഷം അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും അറിയിച്ചു. വനഭൂമി ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു റോഡ് കൊടുക്കാനാണ് ഭയങ്കര പാടാണ്. പ്രസിഡന്റുള്ള എല്ലാവർക്കും അറിയാം. ഇതിൽ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണമാണ്. പിന്നെ ഒരുപാട് ഫോഴ്സ് വരേണ്ടി വരും. നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടാവും. നേരത്തെ ഇതുപോലെ വയനാട് ഉണ്ടായിരുന്നപ്പോൾ കുറെ ആൾക്കാർ ജയിലിൽ കിടക്കേണ്ടി വന്നു. 10 സ്ത്രീകളും 8 പുരുഷന്മാരും 5 കുട്ടികളും അടക്കം 23 പേരാണ് ഭൂമി കയ്യേറാൻ ശ്രമം നടത്തിയത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. തെമ്മല പഞ്ചായത്തിൽ തന്നെ നിരവധി പേർ ഭൂരഹിതരാണെന്നും നിയമം പാലിച്ച് ജീവിക്കുന്ന പ്രദേശത്തെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിക്കരുതെന്നും തെമ്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ സമരക്കാരോട് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ ഇവിടെ സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ പഞ്ചായത്ത് വലിയ ശാന്തമായി പോകുന്ന ഏരിയയാണ്. ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മറ്റു ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ധാരണയിൽ പോകുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞ് നിങ്ങൾ ഗവൺമെന്റ് നിങ്ങൾ പറയുന്നതൊക്കെ ന്യായമായിരുന്നു. നിങ്ങളോട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ എതിർപ്പില്ല. നിങ്ങൾക്ക് വീടില്ലാത്തവരായിരിക്കും, പക്ഷെ അത് നിങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുക. തുടർന്ന് 11 മണിയോടെ സമരക്കാരെ വനവകുപ്പിന്റെ വാഹനത്തിൽ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി. ലൈവ് വാർത്ത തെന്മല. ജീവിത വിജയത്തിന് സിലബസിന് പുറത്തുള്ള പഠനം അനിവാര്യമാണെന്ന് നോവലിസ്റ്റ് ബെന്യാമൻ അഭിപ്രായപ്പെട്ടു. പുനലൂർ സെന്റ് തോമസ് സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വഭാവം എന്ന് പറയുന്നത് പലപ്പോഴും സിലബസുകൾക്ക് പുറത്തുപോയി ഒന്നും പഠിക്കേണ്ടതില്ല എന്നും സിലബസുകളാണ് ജീവിതത്തെ എല്ലാം നിർണ്ണയിക്കുന്നത് എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ട്. പക്ഷേ ജീവിതത്തിൽ എന്തൊക്കെയോ ആയിത്തീർന്നിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതങ്ങൾ നിങ്ങൾ എടുത്തു പരിശോധിക്കാമെങ്കിൽ അവർ സിലബസിൽ പോയി പുറത്തു പോയി ചില കാര്യങ്ങൾ പഠിച്ചവരാണ് പിന്നീട് സമൂഹത്തിന് ഗുണപ്രദമായ രീതിയിൽ ചില നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കലാസാഹിത്യ സാംസ്കാരിക സംഘടനയായ കേരള ഫോക്കസ് കൾച്ചറൽ സെന്ററിന്റെയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സാംസ്കാരിക സമ്മേളനവും നിയമബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചത്. വ്യാഴാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ജേക്കബ് തോമസ് അധ്യക്ഷത വഹിച്ചു. നിയമബോധവൽക്കരണ സെമിനാറിന്റെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജി വി ഹരിനായർ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് മുഖ്യാതിഥിയായിരുന്നു. കവയിത്രി കുമാരി അലീഷ JS ബെന്യാമിൻ ചടങ്ങിൽ ആദരിച്ചു. കേരള ഫോക്കസ് മാസിക
മാസിക എഡിറ്റർ വിഷ്ണുദേവ് സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ എലിസബത്ത് ഫിലിപ്പ് നന്ദിയും പറഞ്ഞു. പിറവന്തൂർ ഗോപാലകൃഷ്ണൻ, മാത്ര രവി, മീംസി, ബാബു വെട്ടിക്കവല, സുരേഷ് ശിവദാസ്, ബിജു അഞ്ചൽ, ശരത് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റ ജോലികൾ വേഗത്തിലാക്കാൻ സർക്കാർ സഹകരണം വേണമെന്ന് സതേൺ റെയിൽവേ ജനറൽ മാനേജർ. പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായി എത്തിയതായിരുന്നു അദ്ദേഹം. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റം വേഗത്തിലാക്കാൻ സർക്കാർ സഹകരണം ഉണ്ടാകണമെന്ന് സദേൺ റെയിൽവേ ജനറൽ മാനേജർ രാകേഷ് മിശ്ര. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ ഇക്കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരും നടത്തിയ സംയുക്ത പരിശോധനയ്ക്ക് പിന്നാലെയാണ് ജനറൽ മാനേജറുടെ സന്ദർശനം. ഇതാദ്യമായാണ് ജനറൽ മാനേജർ പാത സന്ദർശിക്കാൻ എത്തുന്നത്. ബുധനാഴ്ച രാവിലെ 10 മണിക്ക് ചെങ്കോട്ടിൽ എത്തിയ ജനറൽ മാനേജർ ആര്യങ്കാവ് മേൽപ്പാലം, 13 കണറപ്പാലം തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു. എന്നാൽ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. കൊല്ലം MP NK പ്രേമചന്ദ്രൻ മധുരയിൽ കഴിഞ്ഞ മാസം വിളിച്ചു ചേർത്ത് ഉന്നതതല യോഗത്തോടെ പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാത നിർമ്മാണം വീണ്ടും സജീവമാവുകയാണ്. കണ്ണറ പാലങ്ങളുടെ ജാക്കറ്റിംഗ് നീട്ടിക്കൊണ്ടുപോകാതെ ഉടൻ ജാക്കറ്റിംഗ് നടത്താൻ ജനറൽ മാനേജർ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയതായും റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നു. എന്നാൽ അടുത്ത റെയിൽവേ ബജറ്റിൽ പാതയ്ക്ക് എത്ര തുക നീക്കിവെക്കും എന്ന കാര്യത്തെ ആശ്രയിച്ചിരിക്കും ഗേജ് മാറ്റ ജോലികൾ പൂർത്തിയാകുന്നത്. ലൈവ് വാർത്ത തെമ്മല. ഡിവൈഎഫ്ഐ പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി. ഡിവൈഎഫ്ഐ നെടുമ്പാറ വില്ലേജ് സെക്രട്ടറി ക്രിസ്റ്റഫർ ജോണിനാണ് മർദ്ദനമേറ്റത്. ഇയാൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ക്രിസ്റ്റഫറിനെ കാറിലും ബൈക്കിലുമായി പിന്തുടർന്നെത്തിയ സംഘം ഉറുകുന്ന് പെട്രോൾ പമ്പിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നെടുമ്പാറയിലുണ്ടായ സംഘർഷത്തിന്റെ തുടർക്കഥയായാണ് ക്രിസ്റ്റഫറിന് മർദ്ദനമേറ്റതെന്നും ഗുണ്ടായിസം കാട്ടുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണെന്നും CPM ഏരിയ കമ്മിറ്റി അംഗം R പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഏതാനും ഗുണ്ടകൾ നെടുമ്പാറയിലുണ്ടായിരുന്ന LDFന്റെ ബൂത്ത് കമ്മിറ്റി ആഫീസ് അടിച്ചു തകർക്കുകയും ബൂത്ത് കമ്മിറ്റി ഓഫീസിലിരുന്ന DYFI AYF പ്രവർത്തകരായിട്ടുള്ള കുട്ടികളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് മാമ്പഴത്തറ കുറവന്താവളം പ്രദേശത്തെ കോൺഗ്രസിൻ്റെ ചില ഗുണ്ടകൾക്കെതിരായി കേസ് തെന്മല പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ മാമ്പഴത്തറയിലെ തന്നെ ആ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഏതാനും പേർ ചേർന്ന് DYFIയുടെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി സഖാവ് ക്രിസ്റ്റഫർ ജോണിനെ യാതൊരു പ്രകോപനവും കൂടാതെ വാഹനം കൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും മർദ്ദിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഗുണ്ട വിളയാട്ടമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. തെന്മല പോലീസ് സ്റ്റേഷനിലെ തന്നെ ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പിന്തുണ ഈ ഗുണ്ടാ സംഘത്തിനുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. മാമ്പഴത്തറ മാമ്പൂട്ട് വീട്ടിൽ മനോജ്, സഹോദരൻ വിനോദ്, കുറവൻ താവളം ലയത്തിൽ ജോമോൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് തന്നെ മർദ്ദിച്ചതെന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ക്രിസ്റ്റഫർ പറഞ്ഞു. മാമ്പഴത്തറ എന്നുള്ള മനോജ്, വിനോദ്, ജോമോൻ പിന്നെ കണ്ടാലറിയാവുന്ന ഒരാളും കൂടി ചേർന്ന് അവിടുത്തെ ദാരുണമായ രീതിയിൽ മർദ്ദിക്കുകയും കമ്പി കൊണ്ട് അടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ലൈവ് വാർത്ത പുനലൂർ. അതേസമയം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെ മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്ന് INTUC നേതാവ് മനോജ് പറഞ്ഞു. ഇയാളും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബവുമൊത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന തന്നെ പമ്പിൽ വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് മനോജ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം പെട്രോൾ പമ്പിൽ നമ്മൾ ഡീസൽ അടിക്കാൻ വന്ന വഴിക്ക് ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കുകയും അപ്പോൾ TN രജിസ്ട്രേഷനിൽ ഇടുന്നൊരു കാറിനകത്ത് ഒരു 3-4 പേരുണ്ടായിരുന്നു. അവർ എൻ്റെ വൈഫും ഞാനും എൻ്റെ ചേട്ടനും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അപ്പോൾ എൻ്റെ കൂട്ടിരുന്ന പയ്യൻ എന്തൊക്കെയോ പറഞ്ഞ് സംസാരമുണ്ട്. അപ്പോൾ അവരെ വായിൽ നിന്ന് തെറി വീണു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഫാമിലി ഇരിപ്പുണ്ട്, തെറി പറയരുതെന്ന് പറഞ്ഞപ്പോൾ ആ തെറി പറഞ്ഞാൽ അത് എന്തോ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ചാടി എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ ഡോറ് തുറന്ന് ഇറങ്ങി ചെന്നപ്പോൾ എന്നെ പിടിച്ചു വരും. ആദ്യം ആ പയ്യനാണ് എന്നെ അടിച്ച് അങ്ങനെ ഞാൻ തിരിച്ച് അവനെ ആക്രമിക്കാൻ നിന്നില്ല. അപ്പോഴത്തേക്കും ആൾക്കാർ പമ്പിൽ നിന്ന് ആൾക്കാരെല്ലാം ഓടി വന്ന് തിരിച്ചു മാറ്റി വിടുകയും അങ്ങനെ വന്ന് അവർ മുൻകൂട്ടി അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കുകയും ചെയ്തു. മനോജിനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആശുപത്രി പരിസരത്ത് പോലും സംഘം ചേർന്ന് മനോജിനെ മർദ്ദിക്കാൻ CPM പ്രവർത്തകർ തയ്യാറായെന്നും കോൺഗ്രസ് നേതാവ് രജിരാജ് ആരോപിച്ചു. INTUC നേതാവായിട്ടുള്ള മനോജിനെ ഉറുകുന്നിൽ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള ഒരു കൂട്ടം ആളുകൾ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ആ സംഭവത്തിൽ പരിക്ക് പറ്റിയ മനോജിനെ പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. പ്രാദേശികമായുള്ള കുറച്ച് നാളുകളായി നിലനിൽക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്
മനോജിനെ ഉപദ്രവിച്ചതെന്നാണ് ഈ ആശുപത്രിയിൽ മനോജിനെ കാണാൻ വന്നപ്പോൾ എനിക്കറിയാൻ കഴിയും. ഞാൻ പറയുന്ന ഒരു വിഷയം സാധാരണഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും പുലർത്തി വരുന്നതാണ്. അതായത് ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ തല്ലിക്കൊല്ലുക. അതേപോലെയാണ് മനോജിൻ്റെ വിഷയത്തിലും സംഭവിച്ചിരിക്കുന്നത്. മനോജിനെ ആക്രമിക്കുക, മനോജ് ആശുപത്രിയിൽ വരുമ്പോൾ മനോജിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വിവിധ ജീപ്പുകളിലായിട്ട് അവിടെ നിന്ന് ഒരു ഗുണ്ടാ സംഘം ആശുപത്രിയുടെ മുറ്റത്തും സമ്മേളിക്കുക. ശേഷം മനോജ് ആക്രമിച്ചതായി വരുത്തി തീർക്കുക, അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കുക, അതിനുശേഷം മനോജിനെ പ്രതിയാക്കുക. ഇത് സ്ഥിരമായി മാർക്സിസ്റ്റ് പാർട്ടി നിരന്തരമായി തുടർന്നു വരുന്നൊരു ശൈലിയാണ്. അതിനൊരു അന്ത്യമുണ്ടാകണം. ആശുപത്രി മുറ്റത്ത് വെച്ചും മനോജിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയ ആളുകൾക്കെതിരായിട്ട് പോലീസ് കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കണം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനം വൻ സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് KN ബാലഗോപാൽ MP പറഞ്ഞു. മർച്ചന്റ്സ് അസോസിയേഷൻ പത്തനാപുരം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ മേഖലയിലുണ്ടായ തകർച്ച കേരളീയ സമൂഹത്തിൽ വൻ സാമ്പത്തിക തകർച്ചയ്ക്ക് ഇടയാക്കിയെന്നും KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തുണ്ടായ സാമ്പത്തിക തകർച്ച ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് വ്യാപാരി സമൂഹത്തെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൻകിടക്കാരെയും കോർപ്പറേറ്റുകളെയും പിന്തുണയ്ക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതോടൊപ്പം വ്യാവസായിക രംഗത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉപയോഗങ്ങളുണ്ടാവില്ല. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഈ സമിതി തന്നെ മർച്ചന്റ് അസോസിയേഷൻ യോഗം ചെയ്യുമ്പോൾ വ്യാപാരി വ്യവസായി ഏകോപനമില്ല. പക്ഷെ കേരളത്തിൽ വ്യവസായി എന്ന് പറയുന്നത് വാസ്തു വളരെ നല്ലതായി ചോദിക്കുന്നത് വ്യവസായമില്ല, വ്യവസായം തീരെയില്ല എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിന് അപകടം കൂടിയുണ്ട്. പത്തനാപുരത്തോ കേരളത്തിന്റെ ബഹുഭൂരിപക്ഷ സ്ഥലത്തോ വേറെ എന്ത് ലോകസംഭവങ്ങളുണ്ടായാലും നമുക്ക് റബ്ബറിന് വിലയുണ്ടായ ഒരു കടയിൽ കച്ചവടം മുന്നോട്ട് വരാൻ പോകുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വ്യാപാരികൾ കൂടുതൽ വേദന തോന്നുന്നത്? കച്ചവടം നെഗറ്റീവ് ഗ്രോത്തിലേക്ക് ഏകദേശം വന്നുകൊണ്ടിരിക്കുക. ആനുവൽ ഗ്രോത്ത് നോക്കുമ്പോൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് E. രാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം, ജില്ലാ പ്രസിഡന്റ് S. ദേവരാജൻ, V. വിജയഭാനു, M. മുഹമ്മദ് അലി, ബെന്നി ഡാനിയൽ, ജില്ലാ ജനറൽ സെക്രട്ടറി A. കലാം, ട്രഷറർ B. രാജീവ്, പുത്തൂർ വിജയൻ, മേഖലാ പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ, മേഖലാ വൈസ് പ്രസിഡന്റ് AMR റഷീദ്, P. കാർത്തികേയൻ നായർ, അബ്ദുൾ നവാസ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ, വിദ്യാഭ്യാസ അവാർഡ് ദാനം, കാശ്മീർ ദുരിതാശ്വാസ ഫണ്ട് സമർപ്പണം, കുടുംബസംഗമം, കലാസന്ധ്യ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B. ശിവദാസൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് പ്രാതിനിധ്യമില്ലാത്തത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടസ്സമാകുന്നുവെന്ന് പ്രൊഫസർ B. ശിവദാസൻ പിള്ള പറഞ്ഞു. ഗവൺമെന്റിന്റേതായിട്ടുള്ള നിയന്ത്രണത്തിൽ വരുന്ന സ്ഥാപനമാണെങ്കിലും നമുക്കറിയാം ധാരാളം പരിമിതികൾ ആ രീതിയിൽ ഉണ്ടാകുക സ്വാഭാവികമാണ്. അങ്ങനെ പരിമിതികൾ, പോരായ്മകൾ ഉള്ളപ്പോഴും വളരെ വലിയ വില കൊടുത്തുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ, ഈ സ്കൂളിനെ സ്നേഹിക്കുന്നവർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എത്രയോ മാതൃകാപരമായി വിദ്യാലയങ്ങൾ ഈ ജില്ലയിൽ നമ്മുടെ സമീപ പ്രദേശത്തടക്കം നടക്കുന്നു എന്നുള്ളത് നമ്മളൊരു വിമർശനത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ത്രിതല പഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് മുരളിക്കുന്നതോട് അറിയാം, ഈ വിദ്യാഭ്യാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബ്ലോക്ക് പഞ്ചായത്തിന് വിദ്യാഭ്യാസമായി ഒരു ബന്ധവുമില്ല. അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം ആദ്യം മുതൽ ആവശ്യപ്പെടുന്നതാണ് ഒന്നുകിൽ ഈ തട്ട് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഈ തട്ടിന് ആവശ്യമായിട്ടുള്ള അധികാരങ്ങൾ കൂടി ഇടപെടാനുള്ള അവകാശം ഉണ്ടാകും. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൌതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കാൻ അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർഡ് മെമ്പർ റെജില നൌഷാദ് അധ്യക്ഷയായി, പ്രിൻസിപ്പൽ KG അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആനന്ദ കുസുമം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹുമയൂൺ കബീർ, മാജിദ യൂസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീന ഓമനദേവൻ, സ്ഥിരം സമിതി അംഗങ്ങളായ തലവരമ്പ് അൻസർ, S. സിനി, മെമ്പർമാരായ മധുര വിജയൻ, വേഴുമൂട് സണ്ണി, മുൻ HM രമണൻ, PTA പ്രസിഡന്റ് S. ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർക്കെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിമർശനം. സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി.
ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിന് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുന്നതിൽ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തുകയാണെന്ന് ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് മുരളീധരൻ നായർ പറഞ്ഞു. സ്കൂളിലെ അടിസ്ഥാന ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ രക്ഷകർത്താക്കളും അധ്യാപകരും കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ വിഷയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ ജനങ്ങൾ അതിന് സഹായിക്കും. ആ സഹായം കൊണ്ട് ഇവിടുത്തെ എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. 500-ൽ പരം കുട്ടികൾ പഠിക്കുന്ന +2 സ്കൂളിൽ ബാത്റൂമില്ലാത്ത കൊല്ലം ജില്ലയിലെ ചിലപ്പോൾ ഏക സ്കൂളായിരിക്കും ഈ സ്കൂള്. സ്വന്തം കാര്യം പറയുന്നതിന് നമ്മൾ വളച്ചു വെച്ചിട്ട് കാര്യമില്ല. അവിടെ ബാത്റൂമുകൾ ഉണ്ടാക്കണം, ശുചിമുറികൾ ഉണ്ടാക്കണം. മനോഹരയുടെ സർവേയിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ശുചിമുറികളില്ല. അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ സമയത്ത് അവർക്ക് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പെൺകുട്ടികൾക്കുണ്ടാകുന്ന അസുഖത്തെക്കുറിച്ച് രക്ഷകർത്താക്കൾ ബോധവാന്മാരായിരിക്കണം. ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കുക, കൂടുതൽ ശുചിമുറികൾ നിർമ്മിക്കുക, സ്കൂളിലെ സാമൂഹ്യ വിരുദ്ധശല്യം ഒഴിവാക്കാനായി നാട്ടുകാരുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. സ്കൂൾ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സ്കൂളിന് ആവശ്യമായ ബെഞ്ചും ഡെസ്കും പഞ്ചായത്ത് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്കൂളിന് ആവശ്യമായ ബെഞ്ചും ഡെസ്കിന്റെ കണക്ക് ഇന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് അതിന് ബന്ധപ്പെട്ട അധികാരികൾ തന്നാൽ ഒരു സംശയം വേണ്ട, ഒരു 3 മാസത്തിനകം ഗ്രാമപഞ്ചായത്ത് ഈ സ്കൂളിന് ആവശ്യമായ ബെഞ്ചും ഡെസ്കും സംഭാവന ചെയ്യുമെന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഓട്ടം വിളിച്ചുകൊണ്ടുപോയി ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. പുനലൂർ മുസാവേരിക്കുന്ന് ജഹാംഗീർ മൻസിലിൽ നവാബ് ജാനാണ് മർദ്ദനമേറ്റത്. പുനലൂർ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് 3 പേർ ചേർന്ന് നവാബ് ജാന്റെ ഓട്ടോ വിളിച്ചത്. നരിക്കൽ റൂട്ടിൽ ആളൊഴിഞ്ഞ ഭാഗത്തെത്തിയപ്പോൾ ഇവർ നവാബ് ജാനെ മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ നവാബ് ജാൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ AITUC സെക്രട്ടറി ഭരണിക്കാവ് ഉണ്ണി പ്രതിഷേധം രേഖപ്പെടുത്തി. പുനലൂരും മോട്ടോർ തൊഴിലാളികൾ ഒരു നിരവധി അക്രമങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മദ്യപിച്ച ആൾക്കാർ ഓട്ടോറിക്ഷ ഓട്ടം വിളിക്കുകയും തൊഴിലാളികളെ മർദ്ദിക്കുകയും ഒഴിഞ്ഞ ഭാഗത്തോടെ ഉപദ്രവിക്കുകയും ചെയ്ത വ്യക്തിസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പുനലൂർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ ഒരു അന്വേഷണം വേണമെന്ന് AITUC മോട്ടോർ തൊഴിലാളി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. കൂടാതെ മോട്ടോർ തൊഴിലാളികളുടെ ഉപദ്രവങ്ങൾ ഇത് വർദ്ധിക്കുകയാണെങ്കിൽ മറ്റ് സമരപരിപാടികൾ AITUC മോട്ടോർ തൊഴിലാളി യൂണിയൻ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. പുനലൂരിൽ മുൻപും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നവാബ് ജാനെ ആക്രമിച്ച പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പുനലൂർ ASPക്ക് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ KB ഗണേഷ് കുമാർ MLAയുടെ രൂക്ഷ വിമർശനം. മികച്ച PTA-ക്കുള്ള പുരസ്കാരം തലവൂർ നടുത്തേരി സ്കൂൾ PTA-ക്ക് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിലെ മൂത്രപ്പുരകൾ വൃത്തിഹീനമായി കിടക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ വകുപ്പിനാണെന്നും വിദ്യാഭ്യാസ വകുപ്പിലെ അലംഭാവം ആ വകുപ്പിനെ കുത്തഴിഞ്ഞ അവസ്ഥയിലാക്കിയിരിക്കുകയാണെന്നും MLA KB ഗണേഷ് കുമാർ പറഞ്ഞു. എല്ലാ സ്കൂളുകളിലും നിർബന്ധമായിട്ട് മൂത്രപ്പുര ഉണ്ടാക്കണം. അതിനുള്ള ഫണ്ട് സർക്കാർ സ്കൂളുകളുടെ മാനേജ്മെന്റിനോട് ഉണ്ടാക്കാൻ നിർദ്ദേശം കൊടുക്കണം. കർശനമായ നിർദ്ദേശം കൊടുക്കാത്തതിന്റെ ഫലമാണ് കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ ട്രഷറികളുടെ പ്രവർത്തനവും താറുമാറായ അവസ്ഥയിലാണെന്നും ഗണേഷ് കുമാർ MLA കുറ്റപ്പെടുത്തി. തലവൂർ നടുത്തേരി ഗവൺമെന്റ് UP സ്കൂളിന് സബ് ജില്ലാ തലത്തിൽ ലഭിച്ച മികച്ച PTA-ക്കുള്ള അവാർഡ് KB ഗണേഷ് കുമാറിൽ നിന്നും PTA ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ചുള്ളൂർ V ഭാസ്കരൻ നായരെ ചടങ്ങിൽ ആദരിച്ചു. PTA പ്രസിഡന്റ് O ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു, ഹെഡ്മിസ്ട്രസ് ലിസി വർഗീസ്, സോമശേഖരൻ പിള്ള, അമ്പിളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് വർക്ക്ഷോപ്പ് ജീവനക്കാരന് പരിക്ക്. കൊല്ലം കരിക്കോട് സ്വദേശി അജിത്തിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് 6:30 പുനലൂർ SN കോളേജ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പുനലൂരിലേക്ക് വരികയായിരുന്ന അജിത്ത് ഓടിച്ചിരുന്ന ബൈക്കിനെ എതിർദിശയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അജിത്തിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുനലൂരിലുള്ള വർക്ക്ഷോപ്പിലെ ജീവനക്കാരനായിരുന്നു അജിത്ത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ലൈവ് വാർത്ത, പുനലൂർ. ചരമാറിപ്പ്. തലവൂർ മഞ്ഞക്കാല വിളയിൽ വീട്ടിൽ M ബേബി നിര്യാതനായി. 87 വയസ്സായിരുന്നു.
സാറാമയാണ് ഭാര്യ. കോൺഗ്രസ് നേതാവും DKTF ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ B. ലാലുമോൻ, B. അച്ഛൻകുഞ്ഞ്, വത്സമ്മ എന്നിവർ മക്കളാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മഞ്ഞക്കാല മാർശമവൂൺ ദോസ്തുനി ഓർത്തഡോക്സ് ചർച്ചിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടമണ്ണിലുള്ള വനവകുപ്പ് ഭൂമിയിൽ കുടിൽ കെട്ടാൻ ചെങ്ങറ സമരക്കാരുടെ ശ്രമം. സർക്കാർ നൽകിയ ഭൂമി വാസയോഗ്യമല്ലെന്ന് സമരക്കാർ. ഡിവൈഎഫ്ഐ പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചത് ഡിവൈഎഫ്ഐക്കാരെന്ന് കോൺഗ്രസ്. വിദ്യാഭ്യാസ വകുപ്പിനെതിരെ KB ഗണേഷ് കുമാർ MLAയുടെ രൂക്ഷ വിമർശനം. വകുപ്പ് കുത്തഴിഞ്ഞ അവസ്ഥയിലെന്നും MLA. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.